ഹായ് ഫ്രണ്ട്സ്, SJ Bentekൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് പാനാസോണിക്കിൻ്റെ ER206K എന്ന മോഡൽ ട്രിമ്മറാണ്. ഈ ട്രിമ്മർ കുറേ ഫീച്ചേഴ്സ് ഉള്ള ഒരു ട്രിമ്മറാണ്. 8 മണിക്കൂർ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 50 മിനിറ്റോളം വയർലെസ് യൂസിങ് കിട്ടും. വയർലെസ് യൂസ് ചെയ്യാനുള്ള അവസരമുണ്ട്. നമുക്ക് ഇത് ബോക്സ് തുറന്നു നോക്കാം. ആദ്യം തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു പൗച്ചാണ്. ഈ ട്രിമ്മർ ഈ ബോക്സ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇട്ട് വയ്ക്കാനുള്ള അങ്ങനെ എന്തെങ്കിലും പൗച്ചാവും. പിന്നെ ഒരു ഓപ്പറേറ്റിംഗ് ഇൻസ്ട്രക്ഷൻ ഉണ്ട് ഇവിടെ. നമുക്കത് അവസാനം നോക്കാം. ഇതാണ് ട്രിമ്മർ. നമ്മൾ കാണുന്ന പോലെ നല്ല ബോൾഡാണ്, വെയ്റ്റ്ലെസ് ആണ്, പിടിക്കാൻ നല്ല എളുപ്പമാണ്. ചാർജറിൻ്റെ പിന്ന് കണ്ടാൽ അറിയാം. പെട്ടെന്നൊന്നും കേടാവാത്ത രീതിയിലുള്ള മെയ്ഡാണ്. നല്ല ലോങ് വയറാണ്. ചാർജ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഇത് വയർലെസ് ട്രിമ്മറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 50 മിനിറ്റ് വരെ നമുക്ക് കുത്താണ്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ഈ ട്രിമ്മറിൻ്റെ ബ്ലേഡുമൊക്കെ ഒഴിക്കാനുള്ള ഓയിലാണിത്. ഇത് അതിൻ്റെ ഒപ്പം തന്നെ അവർ തന്നിരിക്കുന്നതാണ്. ഓയിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഇതാവാൻ സാധ്യതയുണ്ട്. പിന്നെ ബ്രഷ് ഇതിന്മേൽ വരുന്ന ഹെയർ പാർട്ടിക്കിൾസൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി ഒരു ബ്രഷ്. നമുക്ക് ഓപ്പറേറ്റിംഗ് ഇൻസ്ട്രക്ഷൻ വായിച്ചു നോക്കാം. സേഫ്റ്റി പ്രിക്കോഷൻസും എല്ലാം ഇതിൽ തന്നെ തന്നിട്ടുണ്ട്. യൂസിങ്ങിന് ബ്രെഡും എല്ലാം നമ്മുടെ ഓപ്പറേറ്റിംഗ് ഇൻസ്ട്രക്ഷനിലുണ്ട്. ഇവിടെ ട്രിമ്മറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ക്ലിപ്പ് ട്രിമ്മറിൽ നിന്ന് ഊരാൻ പറ്റും. ചാർജർ സോക്കറ്റിലേക്ക് കുത്തുക. പിന്നെ ഇത് ഓയിൽ, ബ്രഷ്, പൗച്ച്, ഇങ്ങനെയുള്ള ഇതാണ് തന്നിരിക്കുന്നത്. ട്രിമ്മർ, ക്ലിപ്പ്, അതിൻ്റെ ചാർജർ സോക്കറ്റിലേക്ക് കുത്താനുള്ള എങ്ങനെയാണെന്ന് പറയുന്നത്. പിന്നെ ഓയിൽ, ബ്രഷ്, പൗച്ച് അല്ലാതെ നമ്മൾ വീഡിയോയിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെ പറയുന്നത്. മെയിൻ ബോഡി, ട്രിമ്മർ ലെങ്ത് ഇൻഡിക്കേറ്റർ, പവർ സ്വിച്ച്, 0 ചാർജ് 1 അങ്ങനെയാണ് ഓൺ ചെയ്യുക. ഇത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ 0 ചാർജ് ചെയ്തിരിക്കുന്നത്. 0 ചാർജ് എന്ന് പറയുന്നത് 0 ഓഫ് മോഡാണ്. ഇങ്ങനെ കിടക്കുമ്പോഴാണ് നമ്മൾ ചാർജ് ചെയ്യാൻ പാടുള്ളൂ. ഓൺ ആക്കി നമ്മൾ ചാർജ് ചെയ്യാൻ പാടില്ല. ബാറ്ററി കേടാവാൻ സാധ്യതയുണ്ട്. നമ്മൾ ഇങ്ങോട്ട് ആക്കി കഴിഞ്ഞാൽ ഓൺ ആവും. ഇവിടെ 1 എന്നുണ്ടോ, 1, അതാണ് ഓൺ. പിന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ 1 ആണ് ഈ ക്ലിപ്പിൻ്റെ ലെങ്ത്ത് കൂട്ടാനുള്ളതാണ്. ഇത് 2 ആകുമ്പോൾ ഈ ക്ലിപ്പ് പൊന്തും. 3, 4, 5, 6, 7, 8, 9, 10, 11, 12 വരെയാണ് ഇതിൻ്റെ ക്ലിപ്പിൻ്റെ ലെങ്ത്ത് ഉള്ളത്. കണ്ടോ, 12 വരെ. അത് മുടിയുടെ നീളം അനുസരിച്ചാണ് നമ്മൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. നമ്മൾക്ക് ഇനി ഇത് 1-ലിടാം. 1 വേണ്ടത്. ഇത് വർക്കിംഗ് ഇങ്ങനെ തന്നെയാണ്. പറഞ്ഞ പോലെ 0 ഇവിടെ 1. ഇത് മുകളിലേക്കാക്കി കഴിഞ്ഞാൽ ട്രിമ്മർ വർക്കാവും. ട്രിമ്മർ ഇതിവിടെ വർക്കാവും. പിന്നെ നമുക്ക് ഈ ക്ലിപ്പ് ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലെങ്ത് ഇല്ലാത്ത മുടി, അതായത് ഇപ്പോൾ താടിയോ അങ്ങനെ വല്ലതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇട്ടടിക്കാം. ശബ്ദം കേൾക്കാണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത് തിരിച്ചു വയ്ക്കാൻ എളുപ്പമാണ്. ജസ്റ്റ് ഇങ്ങനെ നിൽക്കാൻ മതി. ഇതിൽ കുറേ പറയുന്നുണ്ട്, നമുക്ക് ബാക്കി നോക്കാം. ഇവിടെ ഇവർ തന്നിരിക്കുന്ന ഓയിൽ 12 സ്ഥലങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്ലൈ ദ ഓയിൽ ടു ദ ബ്ലേഡ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഈച്ച് യൂസ്. അപ്ലൈ എ ഡ്രോപ്പ് ഓഫ് ഓയിൽ ടു ഈച്ച് ഓഫ് ദ സർക്കിൾഡ് 5 പോയിൻറ്റ്സ്. ഇവിടെ തന്നിരിക്കുന്ന ഈ 5 പോയിൻറ്റുകളിലാണ് നമ്മൾ ഓയിൽ പരട്ടേണ്ടത്. ഓയിലൊക്കെ റിമൗണ്ടിങ് ദ ബ്ലേഡ്, ഫിറ്റ് ദ മൗണ്ടിങ് ഹുക്ക് ഇൻ ടു ദ ബ്ലേഡ്, മൗണ്ടിങ് ഓൺ ദ ട്രിമ്മർ ആൻഡ് ദെൻ പുഷ് ഇൻ അണ്ടിൽ യു ഹിയർ എ ക്ലിക്ക്. നമ്മൾ സ്വരം കേൾക്കുന്നത് വരെ അത് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിമൗണ്ട് ചെയ്യാൻ പറ്റും, തിരിച്ചു വയ്ക്കാൻ പറ്റും.
അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രിമ്മർ ദീർഘകാലം ഉപയോഗിക്കാൻ പറ്റും, കേടാവാതെ തന്നെ ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ ഇതിൻ്റെ ബാറ്ററി ലൈഫിൻ്റെയും ബ്ലേഡ് ലൈഫിൻ്റെയും കുറിച്ച് പറയുന്നുണ്ട്. ബ്ലേഡ് ലൈഫ് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഉപയോഗം അനുസരിച്ചാണ് അതിൻ്റെ ബ്ലേഡിൻ്റെ മൂർച്ചയും അങ്ങനെ കാര്യങ്ങളൊക്കെ. നമുക്കത് റീപ്ലേസ് ചെയ്യാൻ പറ്റും. 3 വർഷത്തിൽ 5 മിനിറ്റ് 10 പ്രാവശ്യം വെച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇതാവാനാണെന്നാണ് അവർ പറയുന്നത്. ഇത് ബ്ലേഡിൻ്റെ ഈ മൂർച്ച പോവും എന്നാണ് അവർ പറയുന്നത്. ബാറ്ററി ലൈഫ് ഇതേപോലെ തന്നെയാണ്. ബാറ്ററി ലൈഫ് വിൽ ബി വേരി അക്കോർഡിംഗ് ടു ദ ഫ്രീക്വൻസി ഓഫ് ദ ലെങ്ത് ഓഫ് യൂസ്. The battery is changed once a month. The service life will be approximately 3 years. If the operating time is significantly shorter, even after a full charge, the battery has reached the end of its life. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ട്രിമ്മർ നല്ല ഒരു ഉപയോഗമുള്ളൊരു ട്രിമ്മറാണ്. വെയിറ്റ് ഇല്ല, അതുകൊണ്ട് തന്നെ ഉപയോഗിക്കാൻ നല്ല എളുപ്പമാണ്. ചില ട്രിമ്മറുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് മുഖമൊക്കെ പൊട്ടാൻ സാധ്യത കൂടുതലാണ്. ഇത് അങ്ങനെ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാവുകയില്ല. പാനസോണിക്കിൻ്റെ ഒരു നല്ല ട്രിമ്മറാണിത്, വിലയും കുറവാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.